ആണെങ്കിൽ അപ്പോൾ പക്ഷെ ഒരു ഭൗതികർ എനിക്ക് ഒരിക്കൽ നമ്മൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു ഷട്ടൊക്കെ കെട്ടി അവിടെ നമ്മളിങ്ങനെ ജീവിക്കുന്ന കാലത്ത് എനിക്കൊരു നല്ല ആത്മീയ ഉപദേശം ദൈവം ഒരാളിലൂടെ തന്നു. അതായത് ഒരു വചനമാണ് വെളിപ്പെടുത്തി തരുന്നത്. ആ വചനം ഇതാണ്, നിങ്ങൾ എടുക്കണത്. ലൂക്കാസ് സുവിശേഷത്തിൽ നിങ്ങളിത് അറിഞ്ഞോ, നിങ്ങൾക്കിത് ഗുണപ്പെടും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്നെ ഇത് വല്ലാതെ സ്പർശിച്ചു ഈ വചനം. ഞാൻ അന്ന് വരെ ഒരുപാട് തവണ ഞാനിത് വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ വചനം അന്ന് എൻ്റെ അകത്തേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് വായിക്കാം, 1 മുതൽ വായിക്കാം, 18:1 മുതൽ, ലൂക്കാ 18:1 മുതൽ. ഉറക്കെ വായിക്കാമോ? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം